സീക്രട്ട് വാർസ് കോമിക് സീരീസിലൂടെ ഗോഡ് എംപയർ ഡൂം മൾട്ടിവേഴ്സിൽ അവശേഷിച്ചിരുന്ന യൂണിവേഴ്സുകളെല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരുന്ന ഒരു പുതിയ ലോകം തന്നെയാണ് ബാറ്റിൽ വേൾഡ്. ഈവൻ MCUവിന്റെ ഫ്യൂച്ചറിൽ തന്നെ ബാറ്റിൽ വേൾഡ് സാഗയാണ് ഇനി എടുത്തു വരാൻ പോകുന്നതെന്ന് പല തിയറികളും ഉള്ളതാണ്. സീക്രട്ട് വാർസ് കോമിക്സിനെ പറ്റിയുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോസിൽ പോലും ബാറ്റിൽ വേൾഡിനെ പറ്റിയുള്ള ബേസിക് ഹിസ്റ്ററിയും ജനറൽ ഐഡിയോളജിയും അറിഞ്ഞിരിക്കേണ്ടത് തന്നെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ബാറ്റിൽ വേൾഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ തന്നെയാണ് ഞാൻ നൽകാൻ പോകുന്നത്. അതിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്രട്ട് വാർസ് ഇവന്റ് കൂടുതലായി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഗോഡ് എംപയർ ഡൂം ഈ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഏകദേശം 41 ഡൊമൈൻസ് ആയിട്ടാണ് ഈ ഒരു ബാറ്റിൽ വേൾഡിനെ പൂർണ്ണമായും തിരിച്ചിട്ടുള്ളത്. ഈ ഒരു എൻ്റെ ബാറ്റിൽ വേൾഡിന്റെ എംപറർ എന്നത് ഗോഡ് എംപയർ ഡൂം തന്നെയാണെങ്കിൽ തന്നെയും തന്റെ കീഴിലുള്ള ഓരോ ഡൊമൈൻസിലും തലവനായി ഡോക്ടർ ഡൂം ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനപ്പേരാണ് ബാരൻ. ഇനി ഈ ബാറ്റിൽ വേൾഡിലുള്ള ഓരോ ഡൊമൈൻസിനെ പറ്റി നമുക്ക് നോക്കാം. അതിലൊന്നാമത്തതാണ് ഗ്രീൻലാൻഡ് എന്നുള്ളത്. പേര് പോലെ തന്നെ ഗാമ റേഡിയേഷനാൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ഹൾക്ക് ലെവൽ മോൺസ്റ്റേഴ്സ് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ അധിപതി ജനറൽ തണ്ടർബോൾട്ട് റോസ് അഥവാ റെഡ് ഹൾക്ക് തന്നെയാണ്. ബാറ്റിൽ വേൾഡിലെ രണ്ടാമത്തെ പ്രദേശമാണ് ഡിസ്റ്റോപ്പിയ. ഫ്യൂച്ചർ ഇൻപെർഫെക്റ്റ് സ്റ്റോറി ലൈനിന്റെ അഡാപ്റ്റേഷനായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ഹൾക്ക് വേരിയൻസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് സാക്ഷാൽ മൈസ്ട്രോ ഹൾക്കും. മൂന്നാമതായി ഉള്ളതാണ് ഡൊമൈൻ ഓഫ് അപ്പോക്കലിപ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപ്പോക്കലിപ്സ് തന്നെയാണ് ഈ ഒരു പ്രദേശത്തിന്റെ ബാരൻ. മാത്രമല്ല ഏജ് ഓഫ് അപ്പോക്കലിപ്സിന് ഇൻസ്പിറേഷനായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വേൾഡ് ബാറ്റിൽ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ വലിപ്പമേറിയ പ്രദേശവുമാണ്. നാലാമതായി നമ്മൾ കാണാൻ പോകുന്ന പ്രദേശം തന്നെയാണ് ഈജിപ്തീരിയ. മൂൺനൈറ്റ് ഗോഡായ കോൺജുവിന്റെ കീഴിലുള്ള ഈ ഒരു പ്രദേശത്തിൽ നമുക്ക് ഈജിപ്ഷ്യൻ വേർഷനിലുള്ള അവഞ്ചേഴ്സിനെയും കാണുവാൻ സാധിക്കുന്നുമുണ്ട്. 5 ടെക്നോപോളിസ് ആന്റണി സ്റ്റാർക്ക് ലീഡറായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രദേശത്തിൽ ആർമർ വാർസ് കോമിക്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 6 വാലി ഓഫ് ഡൂം. അധികം ആരും തന്നെ എക്സിസ്റ്റ് ചെയ്യാത്ത ഈ ഒരു പ്രദേശം 8072 ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ നിന്നും ഇൻസ്പയർ ആയി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 7 സ്പൈഡർ ഐലൻഡ്. സ്പൈഡർ ഐലൻഡ് എന്ന കോമിക്സിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഈ ഒരു പ്രദേശം സ്പൈഡർ ക്യൂന്റെ അണ്ടറിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. മാത്രമല്ല ഈ ഒരു എൻറ്റയർ പ്ലേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സ്പൈഡർ പവേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ ഇതേ യൂണിവേഴ്സിൽ തന്നെയാണ് ഏജന്റ് വെനോം എക്സിസ്റ്റ് ചെയ്യുന്നത്. 8 ദ റീഗൻസി. ആക്ച്വലി ഇതും സ്പൈഡർമാൻ കോമിക്സിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇവിടെ എരിജേരി വിവാഹം കഴിച്ച് നോർമൽ ലൈഫിൽ പോകുന്ന പീറ്റർ പാർക്കറിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. 9ാമത്തെ ഡൊമൈൻ ആണ് കിങ് ജെയിംസ് ഇംഗ്ലണ്ട്. മാർവൽ കോമിക്സിലെ എർത്ത് 1602 എന്ന കോമിക്സിൽ നിന്നും ഇൻസ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രദേശം മാർവലിൽ തന്നെ ഒരു വാട്ട് ഇഫ് കോമിക്സിന്റെ തന്നെ അഡാപ്റ്റേഷൻ ആണ്. ഇവിടെ 1602 എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സ് ടീമിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുമുണ്ട്. 10 വിയർ വേൾഡ്. ആക്ച്വലി ഈ ഒരു പ്രദേശം എന്നത് പ്യുവർലി ഒരു ഫാന്റസി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ കൂടുതലായും മോൺസ്റ്റേഴ്സും അവരെ ഹണ്ട് ചെയ്യുന്ന വാരിയേഴ്സിനെയുമാണ് കാണുവാൻ സാധിക്കുക. 11 കുല്ലാൻ. അയൺ ഫിഷിന്റെ തന്നെ ഒറിജിൻ പ്ലേസ് ആയിട്ടുള്ള കുല്ലനിൽ മാർഷൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അയൺ ഫിഷ്, ഷാങ്ചി തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 12 ഉട്ടോപോളിസ്. സ്ക്വാഡ്രൺ സിനിസ്റ്ററിന്റെ ഈവൽ വേർഷൻസ് ആയിട്ടുള്ള സ്ക്വാഡ്രൺ സിനിസ്റ്റർ റൂൾ ചെയ്യുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ലീഡർ എന്നത് ഹൈപ്പീരിയൻ ആണ്. ഹൈപ്പീരിയനോടൊപ്പമുള്ള ഡോക്ടർ സ്പെക്ട്രം തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സിനും ഓരോ സബ് റീജിയൻസും ഇതിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. 13 ന്യൂ മാഴ്സ്. ഓൾറെഡി ഏലിയൻ ഇൻവേഷൻ സംഭവിച്ച് കീഴടക്കപ്പെട്ടിട്ടുള്ള ഒരു എർത്തിനെ ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ഇവിടം ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. 14 ഡൂംസ്ഗാർഡ് അഥവാ അസ്ഗാഡിയ. ഈ ഒരു പ്ലേസിലാണ് ഗോഡ് എംപയർ ഡൂമിന്റെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള തോർകോപ്സ് പ്രധാനമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഷെരീഫ് സ്ട്രേഞ്ചിന്റെ ഡയറക്റ്റ് കമാൻഡിന്റെ ഉള്ളിലാണ് ഇവർ ജീവിക്കുന്നതും. 15 ഹയർ അവലോൺ. ക്യാപ്റ്റൻ ബ്രിട്ടൻ ബാരൻ ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്തിൽ ഡ്രാഗൺസ് ഉൾപ്പെടെ ഒട്ടനേകം ഫാന്റസി എലമെന്റ്സ് നമുക്ക് കൂടുതലായി കാണുവാൻ സാധിക്കുന്നുമുണ്ട്. 16 ആർക്കേനിയ. സ്പൈഡർ വേൾസിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്തിൽ ഗ്വെൻ സ്റ്റേസി ഉൾപ്പെടെ സ്പൈഡർമാന്റെ ഒരുപാട് ആൾട്ടർനേറ്റീവ് വേരിയൻസിനെയാണ് നമ്മൾ കൂടുതലായും കാണുന്നത്. ബാറ്റിൽ വേൾഡിലെ 17ാമത്തെ പ്രദേശമാണ് മാർവലെ. ഇത് ആക്ച്വലി അല്പം ഫൺ ആയിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ പ്രധാനമായിട്ടും ബേബി അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ആക്ച്വലി അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാന്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആൾട്ടർനേറ്റീവ് വേർഷൻ തന്നെയാണിത്. 18 ഐൽ ഓഫ് അഗമോട്ടോ. മെയിൻലി ഷെരീഫ് സ്ട്രേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു പ്രദേശത്തിലാണ് സാങ്ക്ടം സാങ്ക്ടോറിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല മാജിക്കലി എൻഹാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു പ്രദേശത്തിൽ തന്നെയാണ് കൂടുതലായും കാണുക. 19 ഡൂം സ്റ്റാറ്റ്. ഈ ഒരു പ്രദേശത്തിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ ഡൂം എൻറ്റയർ ബാറ്റിൽ വേൾഡിനെയും കൺട്രോൾ ചെയ്യുന്നത്. തന്റെ കീഴിലുള്ള ബാലൻസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നതും ഡോക്ടർ ഡൂം ഡയറക്ട്ലി തന്നെയാണ്, അതും ഇവിടെ വെച്ച്. മാത്രമല്ല ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡൂം കാസിലെ പ്രൊട്ടക്ടർ എന്നത് ഹെൽഫയറിനെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗലാക്ടസും തന്നെയാണ്. അടുത്തത് മാൻഹാട്ടൻ സിറ്റി. ഒരേ സമയം മാർവലിലെ മെയിൻ എർത്ത് ആയിട്ടുള്ള എർത്ത് 616ലെയും അൾട്ടിമേറ്റ് യൂണിവേഴ്സ് ആയിട്ടുള്ള എർത്ത് 1610ലെയും മാൻഹാട്ടൻ
മാൻഹാട്ടൻ സിറ്റിയെ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല ഇവിടെ ഇൻഹ്യൂമൻസിന്റെ അണ്ടറിലുള്ള അറ്റ്ലാന്റ് സിറ്റിയുടെ ഒരു ഭാഗവും മാൻഹാട്ടൻ സിറ്റിയുടെ താഴെയായി മോൺസ്റ്റർ മെട്രോപോളിസ് എന്ന മറ്റൊരു പ്രദേശവുമുണ്ട്. 21 ദ സിറ്റി. ആക്ച്വലി ഈ ഒരു പ്രദേശത്തിൽ കൂടുതലായിട്ടും വണ്ടർമാൻ എന്ന സൂപ്പർ ഹീറോയുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. 22 ദ വാർ സോൺ. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശം എന്നത് ഡയറക്റ്റ് ആയിട്ട് സിവിൽ വാർ കോമിക്സിന്റെ കണ്ടിന്യൂഷൻ ആയി വന്നിട്ടുണ്ടായിരുന്ന ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ നിന്നുമാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ മരണശേഷം ഇവിടുത്തെ പ്രസിഡന്റ് ആയി മാറുന്ന ടോണി സ്റ്റാർക്ക് ആണ് ഈ ഒരു പ്രദേശത്തിന്റെ ബാരൻ. 23 ന്യൂ ക്വാക്ക് സിറ്റി. ആക്ച്വലി ഇതും ഒരു പാരഡി വെർഷനിലുള്ള സിറ്റി തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് കൂടുതലായും എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ദ ഫാർ ഈസ്റ്റ്. ഈ ഒരു പ്രദേശത്തിലാണ് കൂടുതലായും ഡൈനോസേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല 25ാമതായി ഇതിനെ തുടർന്ന് വരുന്ന വാലി ഓഫ് ഫ്ലെയിം എന്ന പ്രദേശത്തിലും ഡൈനോസേഴ്സിനെ തന്നെയാണ് കൂടുതലായും കാണുവാൻ സാധിക്കുക. മാത്രമല്ല ക്യാപ്റ്റൻ അമേരിക്ക ഉൾപ്പെടെയുള്ള അവഞ്ചേഴ്സ് ഡൈനോസേഴ്സ് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ എന്നതിന്റെ ഒരു ഇൻസ്പിറേഷനും ഇവിടെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. 26 ഹൈഡ്ര എംപയർ. ഹൈഡ്രയാൽ ടേക്ക് ഓവർ ചെയ്യപ്പെട്ട ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. 27 2099. പേരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പോലെ തന്നെ എർത്ത് 2099 എന്ന ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു പ്രദേശത്തിൽ ബാരൻ ആയിട്ടുള്ളത് സ്പൈഡർമാൻ 2099 ആണെന്നുള്ളത് മറ്റൊരു കൗതുകം. 28 ഹാല ഫീൽഡ്സ്. ക്രീസ്കൾ വാറുമായി ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്തിലാണ് ക്യാപ്റ്റൻ മാർവൽ കോർപ്സ് എന്ന ഒരു പോലീസ് ഗ്രൂപ്പിനെ നമ്മൾ കാണുന്നത്. 29 മൊണാർക്കി ഓഫ് വെബ്. ഹൗസ് ഓഫ് വെബ് കോമിക് സീരീസിൽ നിന്നും ഇൻസ്പയർ ആയി വന്നിട്ടുണ്ടായിരുന്ന മ്യൂട്ടൻ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രദേശത്തിന്റെ ബാരൻ മെയിൻ കോമിക്സിലെ പോലെ തന്നെ മാഗ്നീറ്റോ തന്നെയാണ്. 30 സെന്റിനൽ ടെറിട്ടറീസ്. കഴിഞ്ഞ ഡൊമൈനിൽ നിന്നും ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയി സെന്റിനൽസ് കീഴടക്കിയിട്ടുള്ള മാസ്റ്റർ മോൾഡ് എന്ന സെന്റിനൽ റോബോട്ട് ലീഡർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ലാൻഡ് പ്രദേശം തന്നെയാണിത്. 31 ദ വേസ്റ്റ് ലാൻഡ്. ഒരു ഡെസേർട്ട് ടൈപ്പിലുള്ള അപ്പോക്കലിപ്റ്റിക് ഫ്യൂച്ചർ വേൾഡ് തന്നെയാണിത്. ഓൾഡ് മാൻ ലോഗൻ കോമിക്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറി ലൈനിലാണ്. ഓൾഡ് മാൻ ലോഗൻ മാത്രമല്ല ഓൾഡ് മാൻ ഹോക്കൈ, സ്റ്റാർ ലോർഡ് തുടങ്ങിയിട്ടുള്ള ഒട്ടനക്കം ക്യാരക്ടേഴ്സും ഇതേ യൂണിവേഴ്സിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ഗാമ റേഡിയേറ്റഡ് ഹൾക്ക് ആർമിയും ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ബാറ്റിൽ വേൾഡിലുള്ള 32ാമത്തെ പ്രദേശമാണ് മ്യൂട്ടോപ്പിയ. ഇവിടെ ഓൾ ന്യൂ എക്സ്മാൻ സീരീസിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന സ്റ്റോറി ലൈനും ഇതിന് തൊട്ടു പുറകിലായി വരുന്ന 33 വെസ്റ്റ് ചെൽസറിലാണെങ്കിൽ എക്സ്മാൻ 92 സീരീസിന്റെ ഫോളോ അപ്പുമാണ് വരുന്നത്. അടുത്തത് 34 കിൽവിൽ. ഈ ഒരു പ്രദേശത്തിന്റെ ബാരൻ മോഡോക്ക് ആണ്. അതുകൊണ്ട് തന്നെ മാർവലിലെ ഒരുമാതിരിപ്പെട്ട വില്ലന്മാരെല്ലാമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. വില്ലന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റും അറ്റാക്കും റിവെഞ്ചും എല്ലാം തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ഒരു സുപ്രീം പവർ എന്നത് മോഡോക്ക് തന്നെ. ഇവിടെയുള്ള 35ാമത്തെ പ്രദേശമാണ് അർക്കാഡിയ ഐലൻഡ്. ഫീമെയിൽ ഓറിയന്റഡ് സൂപ്പർ ഹീറോസ് പ്രധാനമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രദേശം എയർഫോഴ്സ് കോമിക്സിന്റെ തന്നെ ഡയറക്റ്റ് അഡാപ്റ്റേഷൻ തന്നെയാണ്. പിന്നീട് വരുന്നതാണ് 36 ബാർ സിനിസ്റ്റർ. എക്സ്മെൻ ടീമിന്റെ വൺ ഓഫ് ദ മേജർ വില്ലൻ ആയിട്ടുള്ള സിനിസ്റ്റർ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിന്റെ പ്രധാന ലീഡർ. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള സിനിസ്റ്റർ സീക്രട്ട് വാർസ് കോമിക്സിൽ തന്നെ വളരെ വലിയ ഇമ്പോർട്ടന്റ് റോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 37 ലിംബോ. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശത്തിന് ചുറ്റും പൂർണ്ണമായും ഡീമൻസിന്റെ അണ്ടറിൽ തന്നെയാണുള്ളത്. എക്സ്മെൻ ഇൻഫെർണോ കോമിക്സിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വേൾഡിലെ ലീഡർ എന്നത് മാഡലിൻ പ്രൈം എന്ന എക്സ്മെനിലെ ജീൻ ഗ്രേയുടെ ഒരു ക്ലോൺ വേർഷൻ തന്നെയാണ്. ഇനിയുള്ള പ്രദേശങ്ങൾ ഷീൽഡിനപ്പുറമുള്ളതാണ്. ഷീൽഡ് എന്താണെന്ന് ഞാൻ അവസാനം തന്നെ പറയാം. 38 മാർവൽ സോംബീസ്. ഈ ഒരു ഡൊമൈനെ പറ്റി ഏകദേശം എല്ലാവർക്കും തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. മാർവൽ സോംബീസ് എന്ന സോംബിഫൈഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 39 പെർഫ്യൂക്ഷൻ എന്ന പ്രദേശത്ത് ഫുള്ളി കറപ്റ്റഡ് ആയി മാറിയിട്ടുണ്ടായിരുന്ന അൾട്രോൺ ആർമിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സോംബി ലാൻഡും അൾട്രോൺസും തമ്മിൽ എപ്പോഴും കനത്ത ഫൈറ്റുകൾ തന്നെയാണ് നടക്കുക. 40 ന്യൂ സാൻഡാർ. നമ്മൾ MCUവിൽ കണ്ടിട്ടുണ്ടായിരുന്ന സാൻഡാറിന്റെ ഒരു പുതിയ വേർഷൻ ഒന്നുമല്ല, മറിച്ച് ന്യൂ സാൻഡാർ എന്നത് പ്യുവർലി അനൈലേറ്റേഴ്സ് എന്ന ഒരു കൂട്ടം കറപ്റ്റഡ് ആയി മാറിയ റോബോട്ടിക് മോൺസ്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അവസാനമായി 41 ദ ഷീൽഡ്. ഈ ഒരു ഷീൽഡ് എന്ന കോൺസെപ്റ്റ് തന്നെ ക്രിയേറ്റ് ആയിരിക്കുന്നത് സീച്ച് കോമിക്സിൽ നിന്നും നോർമൻ ഓസ്ബോൺ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്ന എൻഡിയർ വേൾഡിൽ നിന്നുമാണ്. ആക്ച്വലി നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ദ വാൾ എന്ന കോൺസെപ്റ്റിന്റെ ഈച്ച കോപ്പി തന്നെയാണിത്. ഈ ഒരു വാളിന്റെ ഒരു സൈഡിൽ ലൈഫും മറ്റൊരു സൈഡിൽ ഡെത്തുമാണ്. ഇപ്പുറത്തെ സൈഡിൽ ജീവനുള്ള എല്ലാ ലാൻഡും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ളത് സോംബീസ്, അനൈലേറ്റേഴ്സ്, അൾട്രോൺസ് തുടങ്ങിയിട്ടുള്ള വൻ ദുരന്തവും. അതുപോലെ തന്നെ എടുത്തു പറയപ്പെടേണ്ട ഒന്നാണ് ഈ ഒരു ഷീൽഡ് നിർമ്മിക്കുവാൻ വേണ്ടി ഫാന്റാസ്റ്റിക് ഫോറിലെ ബെൻ ഗ്രീമിനെ സ്വയം സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് ഷീൽഡിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോഡംബെയർഡും കൊടുക്കുന്ന ഡെഡ് പണിഷ്മെന്റ് എന്നതും ഷീൽഡിലേക്ക് പറഞ്ഞയച്ച് സ്വയം ഡെത്തിലേക്ക് എടുത്തു ചാടി മരണത്തിന് കീഴടങ്ങുക എന്നത് തന്നെയാണ്. ഈ 41 പ്രദേശങ്ങൾ കൂടാതെ നോവേർ എന്നൊരു സെലസ്റ്റിയൽ ഹെഡ് തന്നെയാണ് ഈ ഒരു എൻഡിയർ ബാറ്റിൽ വേൾഡിന്റെ മൂണായി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മൂണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഗാർഡിയൻസ് ഓഫ് നോവേർ എന്നൊരു ടീമും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിവേഴ്സിന്റെ സൺ എന്നത് സൂസ്റ്റോമിന്റെ ബ്രദർ ആയിട്ടുള്ള ജോണി സ്റ്റോമുമാണ്. ഇതിനെല്ലാത്തിനും ഒപ്പം തന്നെ ജെനോഷ എന്നൊരു ചെറിയ ഐലൻഡും ഇതേ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും എക്സ്റ്റിന്റിന്റെ വക്കിലെത്തിയിട്ടുള്ള ആ ഒരു പ്രദേശത്തെ ഒരു ഡൊമൈനായി കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് സീക്രട്ട് വാർസിലെ ബാറ്റിൽ വേൾഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബേസിക് സമ്മറി. ഈ ഒരു ബാറ്റിൽ വേൾഡിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ സീക്രട്ട് വാർസ് കോമിക്സ് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു
ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.